നിങ്ങളെല്ലാവരും ഒരു സംഭവം അറിഞ്ഞാണല്ലോ ഒരു വാർത്ത. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവമാണ്. അതും ബി ടെക്കുകാരുടെ മാത്സിൻ്റെ പേപ്പർ വാല്യുവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടിക്ക് 28 മാർക്ക് കിട്ടി. ആ കുട്ടി റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് കിട്ടിയ മാർക്ക് 0 അങ്ങനെ ആദ്യം പേപ്പർ നോക്കിയ ആ ടീച്ചറോ സാറോ എന്തോ അറിയില്ല, അധ്യാപകർ ആരായാലും അവർക്ക് പണിഷ്മെൻ്റായിട്ട് പൈസ ഈടാക്കിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് വാർത്തയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായല്ലേ. നമുക്ക് അതും ബി.ടെക്കിന് പഠിക്കുന്നത്. അപ്പം ഈ ടീച്ചർ എന്താണ് അവിടെ നടത്തിയത്? യഥാർത്ഥത്തിൽ വാല്യുവേഷൻ തന്നെയാണോ നടത്തിയത്? ടീച്ചർ ചിലപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ എവിടേക്കോ അറ്റവും മൂലയും കണ്ട് ചുമ്മാ 28 മാർക്ക് കൊടുത്തത്. റീവാലുവേഷൻ എനിക്കും PGക്ക് ഞാൻ ഉദ്ദേശിച്ച അത്ര മാർക്ക് കിട്ടാഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ച് റീവാലുവേഷന് കൊടുക്കുന്നതിനെ കുറിച്ച്. പിന്നെ ഓർത്തു, ഒരു പേപ്പറിന് ഇത്ര രൂപ വെച്ചൊക്കെ കൊടുത്ത് വെറുതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും മാർക്ക് കിട്ടില്ലേ, പിന്നെ അതിൻ്റെ പേരിലൊരു നിരാശ. എൻ്റെ ഒരു കൺസെപ്റ്റിനനുസരിച്ച് എനിക്ക് ഇത്ര ശതമാനം മാർക്ക് കിട്ടണം എന്നുള്ളതായിരുന്നു. അത്രയും ശതമാനം മാർക്ക് കിട്ടി. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ വാങ്ങിച്ചിട്ട് എന്താണ് എന്നൊക്കെയാണെങ്കിൽ ചിന്തിച്ച ആ സമയത്ത്. പിന്നെ ഒറ്റ ദിവസമുള്ളായിരുന്നു, എല്ലാം ഇങ്ങനെ ഒറ്റപ്പറ്റ വന്ന് വയ്ക്കും. പിന്നെ അതിൻ്റെ പുറകെ പോകാൻ തോന്നിയില്ല. ഇപ്പം ഞാൻ ഒരു പഠിത്തം എന്നുള്ളത് ഒരു വലിയൊരു സംഭവം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. പക്ഷേ പഠിച്ച എത്രയോ പേര് വെറുതെ ഇരിക്കുന്നു, ജോലിയില്ല, ഒന്നുമില്ല. 10ാം ക്ലാസ് ജയിച്ചവർ, ജസ്റ്റ് പാസ്സായവരൊക്കെ നല്ല നല്ല ജോലിയിൽ കയറി പോകുന്നുണ്ട്. എല്ലാം ഒരു മായ പോലാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞു, 28 മാർക്ക്, 0യിൽ നിന്ന് 28ലേക്ക് പോകണമെങ്കിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടാവും. എന്തായാലും ആ ടീച്ചറായാലും സാറായാലും അവരുടെ വാല്യുവേഷൻ അതിമനോഹരമായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ജോലി കിട്ടിയല്ലോ എന്ന് മാത്രം കരുതിയിട്ട് വളരെ കെയർലെസ്സായിട്ട് വേണേ പഠിക്കുക പിള്ളേരെ എന്ന ഒരു മെത്തേഡിൽ ക്ലാസ് എടുക്കുന്ന കുറേ അധ്യാപകരുണ്ട്. എനിക്കറിയാം, നമുക്ക് നല്ല ഉറപ്പുണ്ട്. ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അറിയാം. പക്ഷേ ഒന്ന് സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സും സാറുമാരും ഒക്കെ ഉണ്ട്, പഠിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ടീച്ചർമാരൊക്കെ നമുക്ക് പെർഫെക്റ്റാണ്. കാരണം അവർ കഷ്ടപ്പെട്ട് പഠിച്ചു, നിങ്ങളും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ആ സ്ട്രിക്റ്റായിട്ട് നിൽക്കുന്നത് നമ്മളോട്. അല്ലാതെ നമ്മളോട് ചിരിച്ചും കളിച്ചും ചുമ്മാ അപ്പം അവർക്ക് ജസ്റ്റ് ഒരു വരുമാന മാർഗമെന്നേ കാണുന്നുള്ളൂ. അല്ലാതെ കുട്ടികൾ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കുട്ടികൾ പഠിക്കണമെന്ന് നിർബന്ധമില്ലാത്തവരാണ് ക്ലാസ്സിൽ അനാവശ്യമായിട്ട് അതും കുട്ടികളെ രസിപ്പിക്കാൻ മാത്രം അവർ ശ്രമിക്കും. കുട്ടികളെ രസിപ്പിക്കുന്ന ടീച്ചർമാരെയും സാറന്മാരെയും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കെതിരെ കുട്ടികൾ ഒന്നും ഒരു കംപ്ലൈൻറ്റും ചെയ്യത്തില്ല. പക്ഷേ നേരെ തിരിച്ച് ഒന്ന് സ്ട്രിക്റ്റായിട്ടുള്ളവരാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും നമ്മളെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കാം എന്നൊക്കെ ചിന്തിക്കും കുട്ടികൾ. അത് സ്വാഭാവികമാണ് അല്ലേ. ഇവിടെ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞതാണ്, ഇന്നത് പഠിപ്പിക്കുന്ന സാറ് പഠിപ്പിക്കുന്നതൊന്നും ശരിയാകത്തില്ല, ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയാണ്, അതൊന്നും മനസ്സിലാകത്തില്ല. പിന്നെ യൂട്യൂബിലൊക്കെ അത് കണ്ട് മനസ്സിലാക്കിയാണ് ഞാൻ ആ പരീക്ഷ എഴുതിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ എന്നോട് പറയാൻ വേണം. ഞാൻ പറഞ്ഞതാണ്, അത് പക്ഷേ എല്ലാ പിള്ളേർക്കും അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ സാറ് ക്ലാസ്സിൽ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിള്ളേരാരും കംപ്ലൈൻ്റായിട്ട് പറയത്തില്ല. ഈ കുട്ടി പറഞ്ഞ ഉള്ള കാര്യമാണ്. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ജോലി എന്ന് മാത്രം കാണുന്നവർക്ക് എല്ലാം ഒരു പിള്ളേരുടെ ഭാവിയെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും അവർക്ക് ചിന്തയൊന്നുമില്ല. അവർക്ക് സാലറി കിട്ടുന്നുണ്ടോ എന്നത് മാത്രമാണ് അവരുടെയൊക്കെ ചിന്താഗതി. അതുകൊണ്ട് കുട്ടികൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വേറൊരു വഴിക്ക്. എന്ത് ചെയ്യാം, പല മനസ്സുകളും പല സ്വഭാവങ്ങളും അല്ലേ.